പാകിസ്ഥാന്റെ സൈബർ ആക്രമണ ശ്രമങ്ങൾ ശക്തമായതോടെ ജാഗ്രത പാലിക്കാൻ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിവരങ്ങൾ തേടി പാക് ഇന്റലിജൻസ് വിഭാഗം ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരെ വ്യാപകമായി ലക്ഷ്യം വെക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തി വിവരങ്ങൾ ചോർത്താൻ ഡാൻസ് ഓഫ് ദ ഹിലറി എന്ന പേരിൽ മാൽവെയർ ആക്രമണവും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ പൊതുജനത്തിന് അടച്ചിട്ടിരുന്ന 32 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ഈ പറയുന്നത് പോലെ പല വിധത്തിലാണ് ഹാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുക. അതുകൊണ്ട് എല്ലാവരും വളരെ ജാഗ്രത പാലിക്കുക. അനാവശ്യമായോ മെയിലുകളോ നമ്പറുകളോടോ സന്ദേശങ്ങളോടോ പ്രതികരിക്കാതിരിക്കുക. ഇതിൻ്റെ 2 ദിവസം ഇപ്പുറം സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാന സാഹചര്യമൊക്കെ ഒന്ന് അടങ്ങിയപ്പോൾ അത് ഓഹരി വിപണിയിൽ വലിയ രീതിയിലാണ് ദൃശ്യമായത്. ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികളായ US-ഉം ചൈനയും തമ്മിലെ താരിഫ് തർക്കം അവസാനിക്കുന്നതുകൂടി ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് കൂടുതൽ സഹായകരമായി. ഇന്ന് വമ്പൻ കുതിച്ചുകയറ്റമാണ് ഓഹരി വിപണിയിൽ ദൃശ്യമായത്. 79,454 നിന്ന് വ്യാപാരം തുടങ്ങിയ സെൻസെക്സ് ഇന്ന് 81,830 വരെ 3000 പോയിന്റ് അടുത്ത് വരെയാണ് ഇന്ന് ഉയർന്നത്. ഒടുവിൽ 3.74% നേട്ടത്തോടെ ഇന്ന് വിപണി ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിലും സമാനമായ ഉയർച്ച രേഖപ്പെടുത്തി. അതിർത്തിയിൽ തുടരുന്ന പാക് വാക്ക് ലംഘനത്തെക്കുറിച്ചാണ് വീണ്ടും സാംബയിൽ ഡ്രോൺ കണ്ടെത്തിയെന്ന വിവരം നേരത്തെ നമ്മൾ പങ്കുവച്ചിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവയെ നമ്മൾ നിഷ്പ്രഭമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. നേരത്തെ ബാലഗോപാൽ തത്സമയം പറയുമ്പോൾ നിലവിൽ സാഹചര്യങ്ങൾ ശാന്തമാണ് എന്ന് അറിഞ്ഞിരുന്നു. അതിനുശേഷം ഈ മിനിറ്റുകൾ പിന്നിടുമ്പോൾ ഏതെങ്കിലും രീതിയിൽ വീണ്ടും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്താണ് വിവരം? ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായ സാംബയിൽ ഈ നേരത്തെ ഡ്രോണുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 15-20 ഡ്രോണുകളായിരുന്നു എത്തപ്പെട്ടിരുന്നത്. ആ 20 ഡ്രോണുകളും 15-20 ഡ്രോണുകളും ഈ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന് സൈന്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് പഞ്ചാബിലെ ചില ഭാഗങ്ങളിലേക്കാണ് ഈ ഡ്രോണുകളുടെ സാന്നിധ്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോഷിയാർപൂരിലും അതുപോലെ തന്നെ അമൃത്സറിലും ഈ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് പറയപ്പെടുന്നത്. ഹോഷിയാർപൂരിൽ അല്പസമയം മുമ്പ് അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഈ ജനങ്ങളോട് വീടുകൾക്കുള്ളിൽ തന്നെ തുടരണമെന്നും ഭാഗികമായി ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തുന്നതായും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോഷിയാർപൂരിലെ സൈനിക കേന്ദ്രത്തിന് സമീപത്താണ് ഈ ഡ്രോണുകൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ ഈ ഭാഗികമായി ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനു പുറമെ ഈ പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള പത്താൻകോട്ടിലും ഈ ഡ്രോണുകൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ അമൃത്സറിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതീവ ജാഗ്രതയിലാണ് പഞ്ചാബിലെ പല പ്രദേശങ്ങളിലും. ഈ ഒരു ഭാഗത്ത് ഈ DGMO തലത്തിലുള്ള ചർച്ചയിൽ ഈ രണ്ട് രാജ്യങ്ങളിലും ഈ സൈനിക അതായത് ഈ അതിർത്തിയിലുള്ള സൈനികരുടെ എണ്ണമൊക്കെ കുറയ്ക്കാമെന്ന നിർദ്ദേശം എടുക്കുകയും അതുപോലെ തന്നെ ഒരു വെടി പോലും പരസ്പരം ഉതിർക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതിനും ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഡ്രോണുകൾ അയച്ചുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏതായാലും ഈ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. സാംബയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സാംബയിൽ പുതുതായി ഡ്രോണുകളൊന്നും തന്നെ എത്തപ്പെട്ടിട്ടില്ല. പക്ഷേ പഞ്ചാബിലെ പത്താൻകോട്ട്, ഹോഷിയാർപൂർ തുടങ്ങിയ മേഖലകളിലാണ് പുതുതായി ഡ്രോണുകൾ എത്തപ്പെടുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പഞ്ചാബിൻ്റെ ഹോഷിയാർപൂരിലെ DC അഥവാ ഡെപ്യൂട്ടി കമ്മീഷണർ അവിടെ ഈ ഭാഗികമായി ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ DGMOമാരുടെ ചർച്ച നടന്നത് 5 മണിക്കാണ്. ഇന്നലെയും കഴിഞ്ഞ ഈ വെടിനിർത്തലിന് മുൻപുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ പറഞ്ഞ ചർച്ച വൈകിട്ട് നടന്നു. നമ്മൾ ഇവരുടെ ഈ വാക്കുലംഘനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞതാണ്. ഇത് എങ്ങനെ ഒരു രാജ്യത്തെ നമുക്ക് ഇനി ഇതിൽ കൂടുതൽ എന്താ പറയാന്നറിയാം. ഇങ്ങനെ എന്തിനാണ് ഒരു രാജ്യം? അവിടുത്തെ സംവിധാനങ്ങൾക്കും ഒരു മര്യാദയില്ല, സൈന്യത്തിനും മര്യാദയില്ല, സർക്കാരിനുമില്ല. ഇതിങ്ങനെ തുടരും. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഇങ്ങനെയും ഉണ്ടോ ഒരു രാജ്യം എന്ന് ചോദിക്കാമെന്നല്ലേ?
ദിവിഷ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ജമ്മു കാശ്മീരിലെ ജമ്മു സെക്ടറിലെ അക്നൂറിന് സമീപത്തുള്ള പ്രഗ്വാൽ എന്ന ഗ്രാമത്തിൽ ഇപ്പോൾ ഡ്രോണുകൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ പ്രഗ്വാലിനായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഉണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റോറിയിൽ ഈ ആൾക്കാരൊക്കെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഗ്വാലിലെ ഈ അവസാനത്തെ ഗ്രാമത്തിലായിരുന്നു. അവിടെ ഇപ്പോൾ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അവിടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഡ്രോണുകൾക്കെതിരെ ഡ്രോണുകളെ ഈ വെടിവെച്ചിട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും സാമ്പയ്ക്ക് പുറമെ ഇപ്പോൾ പ്രഗ്വാലിലും ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രകോപനം ഉണ്ടാകുകയാണ്. എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഈ സമാധാനത്തിനും എന്ന് പറയുന്നു, മറുഭാഗത്ത് ഇങ്ങനെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു? അതിങ്ങനെ നിരന്തരം, അതായത് പഞ്ചാബിലും അതുപോലെ തന്നെ പഞ്ചാബിന്റെ അതിർത്തി പ്രദേശങ്ങളിലും ജമ്മുവിന്റെ അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ ഇങ്ങനെ ഡ്രോണുകൾ അയച്ച് വീണ്ടും 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 പ്രകോപനം സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാൻ. ഇതിന് ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമാധാനം തിരിച്ചടി കിട്ടിയാലും അതിങ്ങനെ ഏറ്റുവാങ്ങാൻ അവരിങ്ങനെ നിൽക്കുകയാണ്.